അന്നേരം നമുക്ക് അടിപൊളിയായിട്ടൊരു അയില കറി കൊണ്ട് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കിലോ അയില നല്ലപോലെ വെട്ടി കഴുകി 3ആക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് 3-4 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് 4ആക്കി കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് ആവശ്യത്തിന് പൊടിയും അതുപോലെ തന്നെ കുടംപുളിയൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ അയിലയും കൊണ്ട് കറി വെക്കാം. അന്നേരം നമ്മുടെ അയില കറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ലപോലെ കൊണ്ട് ചൂടായി വരട്ടെ. അന്നേരം ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കൊണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്തായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്ത് അത് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് അല്പം എരി ഉള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി കൊടുക്കാം. മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ മുളക് പൊടി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ 3 കുടംപുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കാം. ഇനി നമുക്കത് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇടാൻ വിട്ടുപോയായിരുന്നു. ഈ സമയത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അയില കഷ്ണങ്ങൾ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അതുപോലെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി നമുക്കൊന്ന് എടുത്തൊന്ന് കറക്കി കൊണ്ട് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഗ്രേവിക്കകത്തൊന്ന് മുങ്ങി കൊടുക്കണം. അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് അങ്ങോട്ട് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ അയിലെല്ലാം ഒന്ന് വെന്ത് റെഡിയായിട്ട് അങ്ങോട്ട് വരും. ഇനി അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് കുക്ക് ചെയ്യാം. അന്നേരം നമ്മൾ മീൻകറി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കറക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്ക് തുറന്നു കൊണ്ട് നോക്കാം. നമ്മുടെ മീനെല്ലാം ഏകദേശം വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഒരല്പം ഉപ്പ് കുറവുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 നുള്ള ഉലുവാപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ഉലുവാപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ അങ്ങോട്ട് ഇരിക്കട്ടെ. 5 മിനിറ്റ് കൂടെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ അയലക്കറി ഇവിടെ റെഡിയാവും. ഇനി നമ്മുടെ കറി കൂടെ തുറന്ന് നോക്കാം. നമ്മുടെ കറിയെല്ലാം നല്ലപോലെ ആവശ്യത്തിന് കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് വേണ്ടി കൊടുക്കാം.
പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയിലക്കറി ഇവിടെ റെഡി ആയിട്ട് ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട്. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറിയിക്കും. ഗ്രേവി നല്ല സൂപ്പറായിട്ടുണ്ട്. ഉപ്പ്, എരിവ്, പുളി എല്ലാം നല്ല പരുവത്തിനുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് തണുക്കാനുണ്ട്. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ആ ഉപ്പ് എരിയൊക്കെ നമ്മുടെ കഷ്ണത്തിലങ്ങ് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ അയിലക്കറി നല്ല കിടിലും. ഇവരെ നമ്മുടെ മീൻകറിയെല്ലാം നല്ലപോലെ തണുത്ത് കുറുകി നല്ല അടിപൊളിയായിട്ടിരിക്കുവാണ്. നല്ല ചോറിൻ്റെ കൂടും അതുപോലെ തന്നെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല പരുവത്തിനുള്ള നമ്മൾ അടിപൊളിയായിട്ടുള്ള അയില മീൻകറി.